അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ആറന്മുളയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. പലയിടങ്ങളിലും അതിഭീകരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള കാഞ്ഞിരവേലിൽ എന്ന സ്ഥലത്താണ്. ഇവിടെ ജനങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇപ്പം ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് മലപ്പുശ്ശേരി പഞ്ചായത്ത് 13-ാം വാർഡാണ്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ഇവിടെ ഒരു 9 വീടുകളോളം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറുന്താർ ഭാഗങ്ങളിൽ ഒരു 10-12 വീടുകളോളം നമുക്കവിടെ എത്താനോ അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാനോ പറ്റാത്ത സ്ഥിതിയിലേക്കാണ്. ഒരു ബോട്ട് സംവിധാനങ്ങളോ യാതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇവർക്കൊരു ശുദ്ധജലം പോലും കൊടുക്കാനുള്ള സംവിധാനം ഇതുവരെ എത്തിയിട്ടില്ല. വില്ലേജിൽ നിന്ന് നിരന്തരം വിളിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് സാധനങ്ങളൊന്നും ഇവിടെ എത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇതുവരെയും അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ചെറിയ കടകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ ഇവർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ കരിന്താളൂർ ഒരു 17 കുടുംബങ്ങളോളം ഉണ്ട്. അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥിതിയാണ്. അവർക്കും ശുദ്ധജലമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ആറന്മുള MLA രാവിലെ പറഞ്ഞിരുന്നു 22ഓളം ക്യാമ്പുകൾ തുറന്നു, എല്ലായിടത്തും സജ്ജീകരണങ്ങൾ എത്തിച്ചു എന്ന്. പക്ഷെ പലയിടത്തും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. ഇവിടെ അതെ ഇവിടെ ഭക്ഷണം പോലും കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള ചെറിയ കടകളിൽ നിന്നുള്ള സാധനങ്ങളാണ് എത്തിച്ചു കൊടുക്കുന്നത്. അത് തന്നെയല്ല, ഇന്നലെ ഈ വീടുകളിലേക്ക് വെള്ളം കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ യുവാക്കളും എല്ലാം കൂടാണ് സാധനങ്ങൾ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള അതേ സമയത്ത് ഈ MLA ഇതുവഴി പോയി ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാര്യം അന്വേഷിക്കുകയോ ഒരു കാര്യങ്ങളും ചോദിച്ചില്ല. ഇതേ വിട്ടുപോയത് കണ്ടതുമാണ് പുള്ളി. നമ്മൾ ഇത് കാര്യങ്ങൾ ഇറങ്ങി ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പണ്ട് കഴിഞ്ഞ വർഷവും ഇതിന് പ്രളയം ഉണ്ടായിട്ട് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. അതിനുള്ള സഹായങ്ങളും ബോട്ടുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് സാധനം എന്തുമാത്രം ഈ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായില്ല. ഈ പ്രാവശ്യം ഒരു സാധനങ്ങളോ ഒരു വള്ളമോ ഒരു സഹായമോ ഒന്നും വരുന്നില്ല. വില്ലേജിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്ന സാധനമുണ്ട്, നിങ്ങൾ വേണം ഒന്ന് കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങളെ വണ്ടിയും കൊണ്ട് പോയി ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ വന്നപ്പം തന്നെ കണ്ടാണ് ഈ കഴുത്തിന് മേളിൽ വെള്ളമുണ്ട്. ഈ 3 സൈഡിലെ റോഡും വെള്ളം കയറി കിടക്കുക. ഞങ്ങൾ ഒരു 10-250 വീട് ഇവിടെ പെട്ട് കിടക്കുകയാണ്. പുറത്തോട്ട് ഞങ്ങൾക്ക് പോകാനേ പറ്റത്തില്ല. തീർത്തും ഇന്നലെ തൊട്ട് ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണല്ലേ? യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ലേ? ഇല്ല, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്യാമ്പിൽ പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് ക്യാമ്പിൽ പോകാൻ എങ്ങനെ ഞങ്ങൾ പോകും? വള്ളമോ അല്ലെങ്കിൽ വള്ളം വന്ന് ഞങ്ങളെ കൊണ്ടുപോകണം. അങ്ങനെ സാഹചര്യമില്ല. രാത്രിയിലാണെങ്കിലും ഞങ്ങൾക്ക് വെട്ടം ഇന്നലെ 9 മണിയായപ്പോൾ കറണ്ട് പോയതാണ്. ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം മാറ്റാൻ വെട്ടം ഒരു മെഴുകുതിരി പോലും ഞങ്ങൾക്ക് ആരും കൊടുത്തന്നില്ല. മെമ്പർ ഞങ്ങളുടെ കൂടെ അന്നേരം പോലും ഉണ്ട്. പക്ഷേ ദൂരോട്ട് പോയി മേടിക്കാനുള്ള സാഹചര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്കൊരു വെട്ടം പോലും ഇല്ലാതെ ഈ യുവാക്കൾ രാത്രി വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് മാറ്റി തിരികെടുക്കുക, അങ്ങനെയുള്ള സഹായങ്ങളല്ല. വേറെ ആരും ഒരു സഹായത്തിനോ ഞങ്ങൾ തിരക്കോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. ഭക്ഷണം വന്നേരം ഞങ്ങൾ പിന്നെ ഇപ്പം ക്യാമ്പിൽ പിന്നെ ബന്ധുപ്പെടുന്നുണ്ട്. ഇപ്പോൾ കടത്തിനകളിലും ഒക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ എങ്ങോട്ട് പോകാനാണ് നിങ്ങൾ? ഇവിടെ ഭയങ്കര രൂക്ഷമായത് കണ്ടില്ലേ, വെള്ളമെല്ലാം. ഞങ്ങൾക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം പോലും ഇല്ല. അല്ലെ, ക്യാമ്പ് ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങളെ ഇതുവരെ ക്യാമ്പിൽ വിളിക്കാനും ഒന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ മെമ്പർ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ മെമ്പർ മാത്രമേ ഉള്ളൂ. പ്രളയം വരുമെന്നൊരു മുന്നറിയിപ്പൊക്കെ കിട്ടിയിരുന്നു? ഒരു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആകെപ്പാടെ 4 വശത്തും വെള്ളം പറ്റിയാണ്. ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. പിള്ളേരുടെ സഹായത്താൽ ഇങ്ങനെ അടുത്തുള്ള കടകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് എല്ലാവരും കൊണ്ട് തരുന്നത് കഴിച്ചുകൊണ്ട് കിടക്കുന്നു. അതാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പോഴത്തെ. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറി നശിച്ചു. വെള്ളം കയറി ഞങ്ങളെ മെത്തയും കട്ടിലും ഒന്നും എടുക്കാൻ പറ്റില്ല. പെട്ടെന്നുള്ള വെള്ളം വരവായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ MLA ഇതുപോലെ ഒരു കാര്യത്തിനും തിരക്കാനും ഒന്നും വന്നിട്ടുമില്ല. ആഹാരം ഒന്നും ഇതുവരെ കഴിച്ചോ എടുത്തോ ഒന്നും ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം ഒന്നും ഇതുവരെ കഴിക്കാതെ നിൽക്കുക, വെള്ളം പോലും കുടിക്കാതെ നിൽക്കുക. എന്ത് ചെയ്യും? ഒരു ഗുളിയായിട്ട് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഈ വെള്ളത്തിൽ നമുക്ക് ഗുളിയൊക്കെ തരണ്ടല്ലേ? ഇതുവരെ ഞങ്ങൾക്ക് അതുപോലും കിട്ടിയിട്ടില്ല. ഈ വെള്ളത്തിൽ ഇപ്പൊ ഇറങ്ങി നിൽക്കുന്ന നാളെ സാഹചര്യം എന്താണ് നമുക്ക് മാറാനൊക്കത്തില്ല. ഒരു പനിയോ കാര്യങ്ങളോ ഉണ്ടാവുകയോ ചെയ്യുമെന്നുള്ളത് അങ്ങനെ പോലും ഞങ്ങൾക്ക് അങ്ങനെയും കിട്ടിയിട്ടില്ല ഒരു സഹായം ഇതുവരെ. ആരോഗ്യ പ്രവർത്തനം ഒരു ഗുളിയായിട്ട് ഇപ്പൊ ഈ വെള്ളത്തിലെല്ലാം ഞങ്ങൾ ഇറങ്ങി ഈ സാധനങ്ങളെല്ലാം എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പോലും ഞങ്ങൾക്കൊരു സഹായം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അമ്മയാണെ പ്രായമായ സ്ത്രീയാ, അതുപോലെ എടുത്തോണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോലും ഒരു തിരക്കിയില്ല. പാലിയേറ്റീവ് ചികിത്സ, പക്ഷെ അങ്ങനെ പോലും ആരും ഒരു സഹായം ഇതുവരെ ചെയ്തിട്ടില്ല. സുഖമില്ലാത്തവരൊക്കെ നിരവധി ഉണ്ടെന്ന് പറയും. ഉണ്ട്. ഞങ്ങളിപ്പം രാത്രിയിലൊക്കെ വെള്ളത്തിൽ എങ്ങനെ കൊണ്ടുപോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല, കൊണ്ടുപോയ സാഹചര്യമൊക്കെ. ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്താ അറിയിക്കുന്നത്? അധികൃതർ പറയുന്നത് സാധനം അരിയുണ്ട്, നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇപ്പം തന്നെ ഒരു കോൾ മുമ്പേ വന്നായിരുന്നു. ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വിളിച്ചവൻ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോകാനാണ്? ഞങ്ങളിവിടെ നിലയില്ലാതെ ഈ റോഡിൽ വെള്ളം, ഇതിനകത്തൂടെ കൊണ്ടുപോയി ഞങ്ങൾ ആരും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒന്നാമത്തെ നമുക്ക് ഒരു അരി എടുത്തുകൊണ്ട് വരാൻ തന്നെ ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വെള്ളത്തിന്റെ മണ്ടയിൽ കൂടെ നമ്മൾ എങ്ങനെ ഉണ്ട്? അവർ പറയുന്ന അരിയുണ്ട് നിങ്ങൾ കൊണ്ടുപോകാനെന്ന്. ഇവിടെ ഉള്ളവരെ പിന്നെ നമ്മൾ ഇവിടെ ഉള്ള കടകളിൽ നിന്നുള്ള സാധനങ്ങൾ മേടിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് തന്നെ. തീർത്തും ഒരു തുരുത്ത് പോലെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള സഹായവും ലഭ്യമാകുന്നില്ല. MLA പോലും ഇവിടെ നിരവധി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും സഹായം ഒന്നും ലഭിക്കുന്നുമില്ല. ഒന്നും ലഭിച്ചിട്ടില്ല.
വില്ലേജിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾക്ക് പക്ഷേ അക്കരെ പോയി സാധനം എടുക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് പക്ഷേ ഒരു ബോട്ട് സംവിധാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും പോയി അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം സെക്രട്ടറി, മലപ്പുശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ വിളിച്ച ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് കൊടുക്കാൻ ഒരു നിർദ്ദേശം ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇവിടുന്നുള്ള എല്ലാം വാങ്ങിച്ചു കൊടുക്കുവാണ്. തീർത്തും ഒരു തുരുത്ത് പോലെ ഒറ്റപ്പെട്ട് നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. എല്ലായിടത്തും കഴുത്തറ്റം വരെ വെള്ളമാണ്. വീടുകളെല്ലാം മുങ്ങിപ്പോയ ഒരു അവസ്ഥയിലാണ്. തീർത്തും ഒരു അവഗണനയാണ് ഈ കാഞ്ഞിരവേലിൽ പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നത്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഇവരുടെ ദുഃഖത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ രതീഷ് മടമ്പിശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.